തൃശ്ശൂർ ഇളകി പറഞ്ഞല്ലേ? നമുക്ക് കമ്മീഷനോട് ചോദിക്കാം. കമ്മീഷണർ യുവർ വെൽക്കം. താങ്ക് യു. അല്ലേ, എങ്ങനെയുണ്ട്? ഇപ്പൊ എനിക്ക് നാളെ ഇത് അവസാനിക്കുന്നു കലോത്സവം. അപ്പൊ എങ്ങനെയുണ്ട് പൊതുവെ തൃശ്ശൂരിലൊരു വലിയൊരു ഇളക്കം ഉണ്ടാക്കി വളരെ സേഫായിട്ട് പീസ്ഫുൾ ആയിട്ട് പോകുന്നു? അതെ, ഈ വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. എന്റെ കൂടെ ഇത് കേരള പോലീസും തൃശ്ശൂർ പോയിന്റ് വളരെ നല്ല ടീം ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ ഒരു സേഫ് കലോത്സവം നടക്കട്ടെ. ഈ വരുന്ന കുട്ടികളും ഒരു നമ്മുടെ കേരള എല്ലാ കാണുന്ന ഒരു ചിത്രം ഒരു ഡ്രഗ് രഹിത കേരള ഉണ്ടാവണം. ഒരു ഡ്രഗ് ഫ്രീ കേരള ആവാൻ വേണ്ടി നമ്മൾ കേരള പോലീസ് എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. സോ അതായിട്ട് നമുക്ക് ഒരു കല ആണ് ലഹരി, ഇത് ഒരു നമ്മുടെ ഉദ്ദേശത്തിൽ കൊണ്ട് പറയിപ്പിച്ചു. കലയാണ് ലഹരി ഒരു അത്യുച്ചത്തിൽ പറഞ്ഞു. ഇപ്പൊ നമ്മൾ അതിന്റെ കൂടെ തന്നെ റോൾ മോഡൽ കല ചെയ്തിട്ടുള്ള അദ്ദേഹത്തെ പോലെയുള്ള റോൾ മോഡൽ നമ്മുടെ കൂടെ ഉണ്ട്. ഈ റോൾ മോഡൽ പോലെ തന്നെ ആൾക്കാർ ആവണം. അതായത് കൊണ്ട് അവർ ഈ സൊസൈറ്റിയുടെ കൺട്രിബ്യൂഷൻ കൂടണം. അതാണ് നമ്മൾ നോക്കുന്ന ഒരു കാര്യങ്ങൾ. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഈ ഡ്രഗ്സിനെതിരായിട്ട് 30 ദിവസം ഒരു യാത്ര നടത്തിയ ആളാ ഞാൻ. ശരിക്കും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇങ്ങനൊരു സംഭവം നിങ്ങളോട് നടപ്പിലാക്കാൻ പ്രചോദനമായത് അതാ. അദ്ദേഹം അത് പറഞ്ഞു. ഓക്കെ, പക്ഷെ നമ്മളത് വി വിൽ ഫൈറ്റ് ഇറ്റ് ഔട്ട് അല്ലേ നമ്മള്. ഓക്കെ, താങ്ക്സ് എ ലോട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.